നമ്മളെ ബർത്ത്ഡേ ആണ്. അതിനു വേണ്ടി ഒരു സർപ്രൈസ് പാർട്ടി അമ്മയ്ക്ക് വേണ്ടി ചെയ്യണം. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയ ഒരു സർപ്രൈസ് പാർട്ടിയാണ് കേട്ടോ. അതേപോലെ ഹസ്ബൻഡ് വീടൊക്കെ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജോലിയിലായിരുന്നു. എനിക്ക് മോർണിംഗ് ഷിഫ്റ്റായിരുന്നു. മോർണിംഗ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 12 മണിക്കൂറാണ്, 7 to 7. അപ്പോൾ ഹസ്ബൻഡും പിള്ളേരും എല്ലാവരും കൂടെ ബലൂണും കാര്യങ്ങളൊക്കെ ചെയ്ത് വീടിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് വരുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ പിറ്റേ ദിവസം ഡേ ഷിഫ്റ്റ് ഉള്ള കാരണം കൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആൾ ചെയ്തതാണിത്. കുറച്ച് പുള്ളിയുടെ കടയിൽ ജോലി ചെയ്യുന്ന 2-3 പിള്ളേരുണ്ടായിരുന്നു. അവരാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് കയറി വന്നപ്പോൾ ചെറുതുങ്ങൾ 2 എൻ്റെ അടുത്തേക്ക് വന്ന് എനിക്ക് ജോലി സ്ഥലത്ത് കിട്ടിയ ഒരു ചെറിയ ഗിഫ്റ്റാണത്. അപ്പോൾ ഞാനാണ് വിചാരിക്കുന്നുണ്ട് ഞാൻ കയറി വന്നു പിന്നെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇനി വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി എൻ്റെ മൂത്തവൻ സൈഡിൽ നിന്ന് മറ്റേ പോപ്പർ പൊട്ടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ആ വീഡിയോ പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചെറിയൊരു പരിപാടിയായിരുന്നു. പിന്നെ ഞാൻ പോയിട്ട് കുളിച്ചൊക്കെ വന്ന് ഡ്രസ്സ് മാറി ഇപ്പോൾ കേക്ക് കട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ 37ാമത്തെ ബർത്ത്ഡേ ആണത്. അപ്പോൾ കേക്കെല്ലാം കട്ട് ചെയ്തു. ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ ഇത്. പിള്ളേർക്ക് ഇഷ്ടം ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ നമ്മൾ മിക്കപ്പോഴും ബർത്ത്ഡേക്ക് മേടിക്കുന്നത് തന്നെയാണ്, കാരണം അവരാണല്ലോ അത് കഴിച്ച് തീർക്കുന്നത്. അപ്പോൾ കെട്ടിയവനും മക്കളും ഉണ്ട്, പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി അതൊക്കെ ആഘോഷിച്ചു. പിന്നെ വലിയ കാര്യമായിട്ട് ആഘോഷിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ March 2-നാണ്. അതേപോലെ എൻ്റെ ഏറ്റവും ഇളയവൻ്റെ ബർത്ത്ഡേ March 12-നാണ്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചെയ്യേണ്ടല്ലോ ഒന്ന് വിചാരിച്ചാണ്. പിന്നെ പിറ്റേ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഷിഫ്റ്റ് ഉണ്ട്. അതും 7 to 7 12 മണിക്കൂറാണ്. അപ്പോൾ നമ്മൾ നല്ല ടയേർഡാണ് വന്നതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ആർഭാടമായിട്ട് ചെയ്യാറില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയാണത്. അപ്പോൾ അവരുടെ മക്കളാണ് 3 പേരായിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു. ബിരിയാണി ആയിരുന്നു മേടിച്ചിരുന്നത്. പിന്നെ അതായത് ഹസ്ബൻഡിൻ്റെ വക അവർക്കുള്ള പാർട്ടി ചെറുതായിട്ട്. ഇത് ബേസ്മെൻറ്റിലാണ് അതിനുള്ള പാർട്ടി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കല്ലേ.